ടെൽ അവീവ് ഇസ്രയേലിലെ ഏറ്റവും വലിയ നഗരവും സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രവുമാണ്. മെഡിറ്ററേനിയൻ തീരത്ത്, അതായത് ഇസ്രയേലിന്റെ മധ്യഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടെൽ അവീവ് എന്ന നഗരനാമത്തിന് പിന്നിൽ ചരിത്രപരവും പ്രതീകാത്മകവുമായ പ്രാധാന്യമുണ്ട്. ഇത് യഹൂദ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടതാണ്. ടെൽ എന്നാൽ പുരാതന ശവകുടീരങ്ങൾ അടങ്ങിയ മൺതിട്ട എന്നും അവീവ് എന്നാൽ വസന്തകാലം എന്നും ഹീബ്രുവിൽ അർത്ഥമുണ്ട്. പൂർണ്ണ അർത്ഥം വരുന്നത് വസന്തകാലത്തിൻ്റെ മൺതിട്ട അഥവാ പുനരുജ്ജീവനത്തിൻ്റെ പ്രതീകം എന്നാണ്. 1909 ജാഫയുടെ വടക്കൻ പ്രാന്തപ്രദേശത്ത് 60 യഹൂദ കുടിയേറ്റക്കാർ ടെൽ അവീവ് സ്ഥാപിച്ചു. ആദ്യം അഹുസത്ത് ബൈത്ത് എന്നായിരുന്നു ഇതിൻ്റെ പേര്, അതായത് വീടിൻ്റെ കോളനി എന്നായിരുന്നു അതിന് അർത്ഥം വന്നിരുന്നത്. പിന്നീട് ടെൽ അവീവ് എന്ന് പുനർനാമകരണം ചെയ്യുകയാണുണ്ടായത്. 1950 ജാഫയുമായി ലയിച്ച് ടെൽ അവീവ് യാഫോ എന്ന പേര് ഔദ്യോഗികമായി. ടെൽ അവീവിന് വൈറ്റ് സിറ്റി എന്ന പേരും നിലവിലുണ്ട്. 1930കളിൽ നാസികളിൽ നിന്ന് രക്ഷപ്പെട്ട ജർമ്മൻ യഹൂദ വാസ്തുശില്പികൾ നിർമ്മിച്ച 4000-ലധികം വരുന്ന ബൗഹാസ് ശൈലിയിലുള്ള വെള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാരണമാണ് ഈ പേരു വന്നത്. ലാളിത്യവും പ്രായോഗികതയും പ്രതിനിധീകരിക്കുന്ന ഈ കെട്ടിടങ്ങൾ 2003 യുനെസ്കോ പൈതൃക പട്ടികയിൽ ചേർത്തു. ലോകത്തിലെ ഏറ്റവും സെക്യുലർ ജൂത നഗരം എന്ന പദവിയുള്ള ടെൽ അവീവിൽ യുവാക്കളുടെ മതപരമായ അവതരണം വൈവിധ്യമാർന്നതാണ്. 80% സെക്യുലർ ജൂതരാണ്. മതാനുഷ്ഠാനങ്ങളെക്കാൾ ജൂത സാംസ്കാരിക ഐഡന്റിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശബ്ബത്ത് ആചരിക്കാതെ കോശർ ഭക്ഷണം പാലിക്കാത്തവർ. 15% മസോർജി റിഫോം ജൂതരാണ്. ആധുനികവൽക്കരിച്ച മതാചാരങ്ങൾ, സ്ത്രീ റബ്ബിമാർ, LGBTQ സ്വീകാര്യത. വെറും 5% ഓർത്തഡോക്സ് ജൂതന്മാരുള്ളത്. യുവാക്കളിൽ ശുദ്ധമായ സെക്യുലറിസം. യുവതലമുറയിൽ മതവിമുഖത വർദ്ധിച്ചു വരുന്നു. 2003 സർവേയിൽ 40% യുവാക്കൾ തങ്ങൾ മതം വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ചു. യുവാക്കളിൽ ഇന്റർഫെയ്ത്ത് ബന്ധങ്ങൾ കൂടുതലാണ്. അറബ് യഹൂദ യുവ ജോഡികൾ ധാരാളം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ LGBTQ പരേഡ് നടക്കുന്ന ഇടം. ടെൽ അവീവ് യുവാക്കൾ മതത്തേക്കാൾ സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകുന്നു. 24/7 ജീവിതം, ഉറങ്ങാത്ത നഗരം എന്ന പേരിലും അറിയപ്പെടുന്നു. ഗൂഗിൾ, മെറ്റ തുടങ്ങിയ ഗ്ലോബൽ ടെക് കമ്പനികളുടെ റിസർച്ച് സെന്ററുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഹബ്ബുകളിൽ ഒന്ന്. മനുഷ്യന് മനുഷ്യനോട് വെറുപ്പില്ല. പ്രത്യയശാസ്ത്രങ്ങൾക്കും അതിരുകൾക്കും തമ്മിലാണ് വെറുപ്പ്. പ്രത്യയശാസ്ത്രങ്ങളും അതിരുകളും രാഷ്ട്രീയവും മനുഷ്യന്റെ തലയിൽ പെരുപ്പിച്ച വെറുപ്പ് നശിപ്പിക്കുകയാണ്.